ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ എംപിമാരടങ്ങിയ സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ നിന്ന് ശശി തരൂരും ജോൺ ബ്രിട്ടാസും ET മുഹമ്മദ് ബഷീറും V മുരളീധരനുമാണ് സംഘത്തിലുള്ളത്. കേന്ദ്ര സംഘത്തിൽ ഉൾപ്പെടുത്തിയതിനെ CPIM സ്വാഗതം ചെയ്തു. രാഷ്ട്ര താൽപര്യത്തിന്റെ ഭാഗമായി പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാകുന്നതിൽ സന്തോഷമെന്ന് ഔദ്യോഗിക വാർത്താക്കുറിപ്പ്. ശശി തരൂരിനെ നിയോഗിച്ചത് കോൺഗ്രസ് നൽകിയ പ്രതിനിധി ലിസ്റ്റ് അടപടലം വെട്ടിക്കൊണ്ടാണ് എന്ന വിവരവും ഇന്ന് പുറത്തു വന്നു. നിർദ്ദേശിച്ച 4 എംപിമാരിൽ തരൂരിന്റെ പേരില്ലെന്ന് വെളിവായത് ജയറാം രമേശിന്റെ എക്സ് പോസ്റ്റോടെയാണ്. ന്യൂസ് പ്ലസ് ചോദിക്കുന്നു, കേന്ദ്രത്തിന്റേത് നയതന്ത്രമോ? ജോൺ ബ്രിട്ടാസ് MP തത്സമയം ചേരുന്നു നമുക്കൊപ്പം. ശ്രീ ജോൺ ബ്രിട്ടാസ്, സ്വാഗതം. UK, US എന്നിവിടങ്ങളിലേക്കാണ് താങ്കളടക്കമുള്ള പ്രതിനിധി സംഘം പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ എത്തി എന്തൊക്കെ കാര്യങ്ങളാകും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുക? ആ വിശദീകരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊരു ബ്രീഫിംഗ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? UK, US ഒരു ടീമാണ് പോകുന്നത്. മൊത്തം 7 സംഘങ്ങളുണ്ട്. ആ 7 സംഘങ്ങളും വ്യത്യസ്ത ദിശകളിലേക്കാണ് പോകുന്നത്. ചിലർ ആഫ്രിക്കയിലേക്ക്, അതുപോലെ യൂറോപ്പ്, റഷ്യ, അതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ്, പിന്നെ ഈസ്റ്റ് ഏഷ്യ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജപ്പാൻ, സിംഗപ്പൂർ, കൊറിയ, ഇന്തോനേഷ്യ, മലേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള സർക്കാരുകളിലെ പ്രതിനിധികളുമായിട്ടും പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ടും ഈ പ്രതിനിധി സംഘം ചർച്ച ചെയ്യുകയും ഇന്ത്യയുടെ നിലപാടുകൾ എന്താണെന്ന് അവരെ അറിയിക്കുകയും ചെയ്യും. ദീർഘകാലമായിട്ട് ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദം എന്നുള്ള പ്രതിസന്ധി, എന്തുകൊണ്ട് മറ്റ് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യക്കൊപ്പം നിലകൊള്ളണം, ഇതിൻ്റെ ആവശ്യകതയ്ക്ക് അടിവരയിടുന്ന രീതിയിലുള്ള പ്രതിപാദനവും അതുപോലെ തന്നെ ആശയവിനിമയമാണ് മറ്റ് രാജ്യങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതേക്കുറിച്ച് വിദേശകാര്യ വകുപ്പ് സമഗ്രമായിട്ടൊരു ബ്രീഫിംഗ് നൽകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആ ഒരു ബ്രീഫിംഗ് ഇതുവരെ നൽകിയിട്ടില്ല. അത് അടുത്തയാഴ്ച, എനിക്ക് തോന്നുന്നു 22, 23 തീയതിയിലായിരിക്കും ഈ പ്രതിനിധി സംഘങ്ങൾ പുറപ്പെടുന്നത്. അതിനു മുമ്പ് തന്നെ ഓരോ രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടെ അവലംബിക്കേണ്ട സമീപനങ്ങൾ, ആ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ, അതുപോലെ അവിടെ ആരെയൊക്കെയാണ് കാണുന്നത്, ആ കൂടിക്കാഴ്ചയിൽ നമ്മൾ ഊന്നേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ളൊരു ബ്രീഫിംഗ് വിദേശകാര്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ശ്രീ ജോൺ ബ്രിട്ടാസ്, കേന്ദ്ര സർക്കാർ ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുന്നത്, പ്രധാനമന്ത്രി അടക്കം അഭിസംബോധനയിൽ, രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തപ്പോൾ വ്യക്തമാക്കിയത് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഒരു നയമാണ് എന്നതാണ്. ഒരു ഓപ്പറേഷൻ അല്ല, അതൊരു നയമാണ് ഭീകരവാദത്തിനെതിരായ. അപ്പോൾ തുടർന്നും അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ന സൂചനയാണോ നിങ്ങളടക്കമുള്ളവർക്ക് കിട്ടുന്നത്? ഈ പ്രതിനിധി സംഘത്തോടക്കം പ്രാഥമികമായി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെയാണോ കിട്ടുന്ന സൂചന? ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. പക്ഷേ ഇതിനിടയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, രാജ്യത്തിനും പ്രതിപക്ഷത്തിനും പാർലമെൻറ്റിനും സ്പഷ്ടതയുണ്ടാകേണ്ട ചില രംഗങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 2 ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ഒന്ന്, പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർക്കണം. പാർലമെൻറ്റിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ്. അവരെ വിശ്വാസത്തിലെടുക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും അങ്ങനെ നല്ലൊരു സന്ദേശം രാജ്യത്തെ ജനങ്ങൾക്ക് അയക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. ഇപ്പോൾ ജനാധിപത്യ രാജ്യമൊന്നും അല്ലാത്ത പാകിസ്ഥാനിൽ പോലും ഈ വിഷയത്തെ മുൻനിർത്തി പാർലമെൻറ്റ് സമ്മേളനം നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനത്തിലേക്ക് പോകാതിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പ്രധാനമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സർവകക്ഷി യോഗമാണ്. ഇപ്പോൾ ഇതുവരെ നടന്നിട്ടുള്ളത് ഏകമാനമായിട്ടുള്ള ഒരു പ്രതിപാദനമാണ്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നു. പക്ഷേ ജനാധിപത്യം എന്ന് പറയുന്നത് 2-way പ്രോസസ്സാണ്, ഒരു ഏകപക്ഷീയമായിട്ടുള്ള പ്രോസസ്സല്ല. 2 സർവകക്ഷി യോഗങ്ങൾ നടന്നിരുന്നു. ഒന്ന് പഹൽഗാമിന് ശേഷം, 2 ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം. ഈ 2 സുപ്രധാന സർവകക്ഷി യോഗങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം.
ഇക്കാര്യം പങ്കെടുത്ത എന്നെപ്പോലുള്ള പ്രതിനിധികൾ അവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ട് ഒരു സർവകക്ഷി യോഗം കൂടി വിളിച്ചു ചേർക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് ആവശ്യങ്ങളോടും അനുകൂലമായിട്ട് കേന്ദ്ര സർക്കാർ പ്രതികരിച്ചില്ലെങ്കിൽ പോലും ഒരു നാഷണൽ കോസിനെ മുൻനിർത്തിയാണ് സർക്കാരിൻ്റെ ഒരു തീരുമാനത്തോട് ഞങ്ങൾ പ്രതിക്രിയ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ ചെവിക്കൊണ്ടില്ല എന്നതുകൊണ്ട് ഈ വിദേശത്തേക്കുള്ള ദൗത്യത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഞങ്ങൾ എടുത്തില്ല. ഒരു നിഷേധാത്മകമായ സമീപനമല്ല, സഹകരണ മനോഭാവമാണ് കാണിക്കുന്നത്. അതായത് രാജ്യമാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടത്, രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളണം എന്നുള്ള ഒരു ഉദാത്തമായിട്ടുള്ള നയസമീപനം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വിയോജിപ്പുകൾ ഞങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് വെക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ എങ്ങനെയാണ് അമേരിക്ക മധ്യസ്ഥത വഹിച്ചത്? അങ്ങനെ വഹിച്ച കാര്യം രാജ്യം പറയുന്നില്ല. പക്ഷേ ആദ്യ ട്വീറ്റ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വരുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നാണ്. അത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിച്ച് പലതവണ വെടിനിർത്തൽ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുവരെയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ രാജ്യത്തോട് പറയേണ്ട പല കാര്യങ്ങളും ഇനിയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഡേ 1 മുതൽ ഈ വെടിനിർത്തലിൻ്റെ ആ ദിവസം മുതൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളിലൊന്നാണത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ വെടിനിർത്തലിന് മുന്നോടിയായിട്ട് വെടിനിർത്തൽ നടക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വിശദമായിട്ടുള്ള ഒരു എക്സ് പോസ്റ്റ് നടത്തുന്നു. പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിയോടും നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവിനോടും പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയോടും വിദേശകാര്യമന്ത്രിയോടും അവരുടെ പട്ടാള മേധാവിയോടും അസീം മുനീർ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് നടത്തിയ സുദീർഘമായിട്ടുള്ള സംഭാഷണങ്ങളിലെ വിവരങ്ങളൊക്കെ നൽകിക്കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നു. അതായത് അമേരിക്കയാണ് ഈ വെടിനിർത്തലിന് മധ്യസ്ഥം വഹിച്ചത് എന്നുള്ള കാര്യം അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ഏറ്റവും സുവ്യക്തമായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് കാശ്മീർ വിഷയം അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള വിഷയങ്ങൾ ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിലുള്ള വിഷയമാണ്. പതിറ്റാണ്ടുകളായി നമ്മൾ ഈ ഒരു വിഷയത്തെ ഉഭയകക്ഷി വിഷയമായിട്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഒരുപാട് രാജ്യങ്ങൾ നമുക്കിടയിൽ, അതായത് പാകിസ്ഥാനും ഇന്ത്യക്കിടയിൽ മധ്യസ്ഥം പറയാൻ വേണ്ടി സന്നദ്ധത കാണിച്ചെങ്കിൽ പോലും അതൊന്നും വേണ്ടതില്ല എന്നുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. പക്ഷേ ഇക്കുറി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഉദ്ഘോഷപരമായിട്ടുള്ള നിലപാടുകൾ ജനങ്ങളിൽ സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചോദിക്കാൻ കഴിയും. എന്താ കാരണം എന്ന് വെച്ചാൽ വിദേശകാര്യ വക്താവിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു അർദ്ധമനസ്സോടെയുള്ള പ്രതികരണത്തിൻ്റെ അപ്പുറത്ത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, അതായത് നമ്മുടെ പ്രധാനമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ അങ്ങനെയുള്ള ഉത്തരവാദപ്പെട്ട പദവികൾ അലങ്കരിക്കുന്ന ഒരാൾ പോലും അമേരിക്കൻ പ്രസിഡന്റിൻ്റെയോ അല്ലെങ്കിൽ വിദേശകാര്യ സെക്രട്ടറിയുടെയോ നിലപാടിനെ ശക്തമായ രൂപത്തിൽ ഖണ്ഡിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് നമുക്കെല്ലാം പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മധ്യസ്ഥത ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ അത് ഗവൺമെൻറ് വ്യക്തമാക്കിയാൽ കാര്യങ്ങൾ സ്പഷ്ടമാകുന്ന കാര്യമാണ്. കാശ്മീർ വിഷയത്തെ അന്താരാഷ്ട്രവൽക്കരിക്കുന്ന രീതിയിലേക്കാണോ അമേരിക്കയുടെ ഇടപെടൽ നയിച്ചതെന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നത് ഒരു പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ പ്രസക്തിയുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഉയരേണ്ടതുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട സംഘർഷത്തിൻ്റെ ബാക്കിപത്രം എന്താണ്? വിദേശ മാധ്യമങ്ങളൊക്കെ ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ കെട്ടിച്ചമച്ച് നൽകിയിട്ടുണ്ട്. അതിൻ്റെ വസ്തുത എന്താണ്? അത് സാധൂകരിക്കുന്ന കാര്യങ്ങളാണോ? നമുക്കുണ്ടായിട്ടുള്ള സൈനിക നഷ്ടങ്ങൾ, നമ്മുടെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വിമാനത്തിന് 2500 കോടി രൂപയെങ്കിലും വരുന്ന നമ്മുടെ റഫാൽ വിമാനം നഷ്ടപ്പെട്ടു, 1 2 നഷ്ടപ്പെട്ടു, 3 നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ 5 വിമാനങ്ങൾ മൊത്തം നഷ്ടപ്പെട്ടു, സുഗോയി, മിഗ്, ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ വിദേശ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സ്വാഭാവികമായിട്ടും അറിയാനുള്ള
താല്പര്യമുണ്ട്. അത് മാത്രമല്ല ഇന്നിപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ജയശങ്കറിൻ്റെ ഒരു പ്രതിപാദനമുണ്ട്. അത് വളരെ അസ്വസ്ഥ ജനിപ്പിക്കുന്നതാണ്. അതായത് ഈ ഓപ്പറേഷൻ തുടങ്ങുന്നത് മുമ്പ് പാകിസ്ഥാനോട് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ തുടങ്ങുന്നുണ്ട്, നിങ്ങൾ ഇടപെടരുത് എന്ന് പറഞ്ഞു. പക്ഷേ പാകിസ്ഥാൻ അത് കേട്ടില്ല. അപ്പോൾ പാകിസ്ഥാനോട് പറഞ്ഞിട്ടാണോ നമ്മളൊരു ഓപ്പറേഷൻ ആരംഭിച്ചത്? അതുകൊണ്ടാണോ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായത് എന്ന രൂപത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ജയശങ്കർ വിദേശകാര്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, ആ വീഡിയോ ക്ലിപ്പിംഗ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇട നൽകുന്നുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ പ്രതികരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. ആ ഒരു പ്രതികരണത്തിൻ്റെ പശ്ചാത്തലത്തിന് വേണ്ടിയാണ് ഞങ്ങൾ സർവകക്ഷി യോഗവും അതുപോലെ തന്നെ പ്രത്യേക പാർലമെന്റ് സമ്മേളനവും വിളിക്കണമെന്ന് പറയുന്നത്. മാത്രമല്ല, ഒരു സർവകക്ഷി യോഗത്തിനും പാർലമെന്ററി യോഗത്തിനും പറഞ്ഞോളൂ ചോദിച്ചോളൂ, ഞാൻ അതിന് ശേഷം പറയാം. ഈ സർവകക്ഷി യോഗത്തിനും പാർലമെന്ററി പാർട്ടി യോഗത്തിനുമൊക്കെ അപ്പുറം ഒരു നയതന്ത്ര സംഘത്തിൻ്റെ ഭാഗമായി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോവുകയാണ് താങ്കൾ അടക്കമുള്ളവർ. ഇങ്ങനത്തെ ജെന്യുവിനായിട്ടുള്ള ഒരുപാട് അടിസ്ഥാനപരമായ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇതുവരെയും ഉത്തരം ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഒപ്പം നിങ്ങൾക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സംഘത്തിൻ്റെ ഭാഗമായി പോയി നിന്ന് മറ്റു രാജ്യങ്ങളിൽ പോയി സംസാരിക്കുമ്പോൾ ഇത്തരമൊരു ക്ലാരിറ്റി ഇല്ലാതെ എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുക? അല്ല, ഇത് ഞാനിപ്പം സൂചിപ്പിച്ച കാര്യങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ വിദ്വേഷ പ്രചരണം. ഒരു സംസ്ഥാന മന്ത്രി തന്നെ വിദ്വേഷ പ്രചരണം നടത്തുന്നു. വിജയ് ഷാ എന്ന് പറയുന്നത്, സോഫിയ ഖുറേഷി എന്ന് പറയുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥക്കെതിരെ അവർ ഭീകരവാദികളുടെ സഹോദരിയാണ്, അല്ലെങ്കിൽ ഭീകരവാദികളുടെ സഹോദരിയെ കൊണ്ട് നിർത്തി തന്നെ ഞങ്ങൾ മറുപടി നൽകി എന്ന് പറയുന്നു. അതുപോലെ തന്നെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കെതിരെ നടന്ന സൈബർ അറ്റാക്ക്, അതുപോലെ തന്നെ പഹൽഗാമിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ആരതി, ഹിമാൻഷി, ഇവർക്കെതിരെ നടന്ന സൈബർ അറ്റാക്കുകൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉത്കണ്ഠാജനകമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഏതെങ്കിലും തരത്തിൽ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ, രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നതൊക്കെ നമ്മുടെ ആശങ്കയാണ്. ഇതൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ പോലും ഇന്ത്യ എന്നുള്ള സ്വതന്ത്ര രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള ആവശ്യമാണ്. ഈ ആവശ്യത്തെ മുൻനിർത്തിയാണ് വിദേശത്തേക്ക് പ്രതിനിധി സംഘങ്ങൾ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഉയരുന്ന ചോദ്യങ്ങളൊന്നും നമ്മുടെ വിദേശ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഉയരാൻ പോകുന്നില്ല. ആ ഒരു ഉത്തരവാദിത്വ ബോധം അല്ലെങ്കിൽ വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് അവലംബിക്കാനുള്ള ഒരു ധാരണ സ്വാഭാവികമായിട്ടും ഈ ദൗത്യങ്ങളുടെ ഭാഗമായിട്ട് പോകുന്ന ജനപ്രതികൾക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് രണ്ടും രണ്ടായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ വിദേശത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യമാണ് ഇവിടെ പ്രധാനം. നമുക്കിടയിലുള്ള ചില അസ്വാരസ്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ചോദ്യങ്ങളും അവിടെ ഉയരേണ്ടതില്ല. മറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമാധാനപൂർവ്വം ജീവിക്കാനുള്ള അവസ്ഥ, നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി നമുക്ക് യത്നിക്കാനുള്ള ഒരു സാഹചര്യം സംജാതമാകണം. 7 പതിറ്റാണ്ടായിട്ട് നമ്മൾ ഈ തീവ്രവാദത്തെ നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ തവണ നമ്മൾ പാകിസ്ഥാൻ്റെ തീവ്രവാദത്തിന് ഇരയായിട്ടുണ്ട്. അതിർത്തിയിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, അവരുടെ ജീവനുണ്ടാകുന്ന നഷ്ടങ്ങൾ, സ്വത്തുവകൾക്കുണ്ടാകുന്ന നഷ്ടം, അതുപ്രകാരം നമ്മുടെ സൈനിക ബജറ്റിലുണ്ടാകുന്ന വലിയ വർധനവ്, സ്വാഭാവികമായിട്ടും നമ്മുടെ വികസന ബജറ്റിൽ നമുക്ക് വരുത്തേണ്ടി വരുന്ന ഒരു കുറവ്, വലിയൊരു സമ്പദ് ശക്തിയാകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയെ പിന്നോട്ട് തള്ളുന്ന ഈ പ്രവണതകൾക്കെതിരെ ഒരു നിലപാടെടുക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേ തലത്തിൽ വെച്ച് കാണുന്ന രീതി പല ലോകരാഷ്ട്രങ്ങൾക്കുമുണ്ട്. ഇപ്പോൾ അമേരിക്ക തന്നെ സംസാരിക്കുമ്പോൾ ഹൈഫണേറ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരേ തട്ടിലുള്ള 2 രാഷ്ട്രങ്ങളാണ് എന്നുള്ളൊരു നിലപാടാണ്. നമ്മൾ ഈ തീവ്രവാദത്തിൻ്റെ ഇരയാണെന്നുള്ള ഒരു ബോധ്യം പലപ്പോഴും പല ലോകരാഷ്ട്രങ്ങൾക്കോ ലോകരാഷ്ട്ര സമൂഹങ്ങൾക്കോ ഇല്ലാതെ പോകുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ നമ്മുടെ പ്രതിനിധി സംഘത്തിൻ്റെ സന്ദർശനത്തിനെ കാണേണ്ടത്.
ശ്രീ ജോൺ ബ്രിട്ടാസ്, ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിനെ പോലുള്ള ഒരു ഭീകരനെ, UN ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ഭീകരനെ എന്തുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് വിട്ടു നൽകാൻ ഇന്ത്യ ആവശ്യപ്പെടുന്നില്ല എന്നതടക്കമുള്ള പ്രസക്തമായ ചോദ്യങ്ങൾ താങ്കൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഈ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായിരിക്കുമ്പോഴും താങ്കൾ ഇനിയും ചോദിക്കുമോ? സ്വാഭാവികമായിട്ടും എന്താ കാരണം എന്ന് വെച്ചാൽ UN ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിച്ച ഒരു വ്യക്തി ഇന്നും പാകിസ്ഥാനിൽ എല്ലാ സൗകര്യങ്ങളോടെയും സംരക്ഷണയോടെയും കൂടി കഴിയുന്നു. മാത്രമല്ല അതിർത്തിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട എല്ലാ ഭീകരാക്രമണത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയും ഈ പറയുന്ന മൗലാന മസൂദ് അസറാണെന്ന് വ്യക്തമാകുന്നു. ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും അദ്ദേഹത്തിൻ്റെ പേരുകൾ ഉയർന്നു വന്നു. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മുംബൈ ആക്രമണം, അതുപോലെ തന്നെ പാർലമെൻറ്റിനെതിരെയുള്ള ആക്രമണം, ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭീകരവാദിയാണ് മൗലാന മസൂദ് അസർ. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വ്യക്തികളെ ഇന്ത്യക്ക് കൈമാറാൻ പാകിസ്ഥാനെ നിർബന്ധിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകരാഷ്ട്രങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുക എന്നുള്ളതുകൂടി ഈ ഒരു സന്ദർശന ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വ്യാപാരം, ട്രേഡ് അവസാനിപ്പിക്കാം, ഒരു ബസ് സർവീസോ ട്രെയിൻ സർവീസോ ഒക്കെ അവസാനിപ്പിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഈ നദീജല കരാർ റദ്ദാക്കി എന്ന് പറയുന്നത് അത് എത്രത്തോളം പ്രായോഗികമായ ഒരു കാര്യമാണ്? അത് നിങ്ങൾ എങ്ങനെയായിരിക്കും വിശദീകരിക്കുക എന്നറിയാൻ താല്പര്യമുണ്ട്. അതായത് പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് വെള്ളവും രക്തവും ഒരേ സമയം ഒഴുകാൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പോൾ നദീജല കരാറിൻ്റെ കാര്യത്തിൽ നിയമപരമായിട്ടുള്ള ഒരുപാട് വശങ്ങളുണ്ട്. അത് ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറാണ്. പക്ഷേ അത് നമ്മൾ റദ്ദാക്കിയിട്ടില്ല. അത് വി ഹാവ് കെപ്റ്റ് ഇൻ അബയൻസ്. അത് ഇപ്പോൾ തൽക്കാലം മരവിപ്പിച്ച് നിർത്തുക മാത്രമാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും അതേക്കുറിച്ച് ചർച്ചയുണ്ടാവും. എന്താ കാരണം വെച്ചാൽ നമുക്കിങ്ങനെ ഏകപക്ഷീയമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീകരതയ്ക്ക് വശമത ആകാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു പീനൽ മെഷർ എന്ന നിലയിലാണ് അതിനെ കാണേണ്ടത്. പക്ഷെ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങൾ അതേക്കുറിച്ചൊരു ചർച്ചയുണ്ടാവും. പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിക്കും. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ നമ്മുടെ നിലപാടുകൾ ആരായുമ്പോൾ നമുക്ക് പറയാൻ പല കാരണങ്ങളും ഉണ്ട്. എന്തുകൊണ്ട്? ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞിടയ്ക്ക് IMFൻ്റെ വായ്പ പാകിസ്ഥാൻ അനുവദിച്ചു, $2 ബില്യൺ. എന്തുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിലൊരു വ്യക്തമായ നിലപാടെടുക്കാത്തത്? ഈ IMFൻ്റെ വായ്പയൊക്കെ അനുവദിക്കുന്ന കാര്യത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. എന്തുകൊണ്ട് പാശ്ചാത്യ ശക്തികൾ ഇത്തരം കാര്യങ്ങളിൽ പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യവും പ്രസക്തമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തര മേഖലയിൽ, ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നമുക്കൊരുപാട് ഉദ്വേഗജനകമായിട്ടുള്ള അല്ലെങ്കിൽ ഉത്കണ്ഠാജനകമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ നമ്മളൊരു രാജ്യത്തിൻ്റെ കോസിന് വേണ്ടി വിദേശത്ത് ഒരു ദൗത്യമായിട്ട് പോകുമ്പോൾ അതൊന്നും ഉയർന്നു വരേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അവസാനമായി ഒരു ചോദ്യം കൂടി. ഈ കോൺഗ്രസിനകത്ത് വല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ഈ നയതന്ത്ര സംഘത്തിലേക്ക് ശശി തരൂരിനെ അത് ലീഡ് ചെയ്യാൻ തിരഞ്ഞെടുത്തതിൽ കോൺഗ്രസ് കൊടുത്ത പട്ടിക അട്ടിമറിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എന്നാണ് ജയറാം രമേശിന്റെ ട്വീറ്റ് വ്യക്തമാക്കുന്നത്. താങ്കളുടെ തിരഞ്ഞെടുക്കൽ ഏത് തരത്തിൽ ഉള്ളതായിരുന്നു? അത് കേന്ദ്രം തിരഞ്ഞെടുത്തതാണോ അതോ പാർട്ടിയോട് ആലോചിച്ചിരുന്നോ? എങ്ങനെയാണത്? ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് എന്താ കാരണം വെച്ചാൽ ഇതൊരു പാർലമെൻ്ററി കമ്മിറ്റിയിൽ ഉള്ള മെമ്പർഷിപ്പ് അല്ലല്ലോ. ഇപ്പോൾ സംയുക്ത പാർലമെൻ്ററി സമിതിയിലേക്ക് രാഷ്ട്രീയ പാർട്ടികളോട് നോമിനികളെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ ഉണ്ടാക്കിയൊരു ലിസ്റ്റാണ്. ആ ലിസ്റ്റ് ഞാൻ ഗവൺമെൻറ്റിലെ വക്താക്കളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരുപാട് ഘടകങ്ങൾ കണക്കിലെടുത്തിട്ട് അവർ ഡ്രോപ്പ് ചെയ്ത ലിസ്റ്റാണെന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചർച്ച ചെയ്ത് ഉണ്ടാക്കിയ ലിസ്റ്റല്ല എന്നുള്ളതാണ്. സർക്കാർ ഉണ്ടാക്കിയ ലിസ്റ്റാണ്. എൻ്റെ കാര്യത്തിൽ എന്നെയാണ് പാർലമെൻ്ററി കാര്യമന്ത്രി വിളിച്ചിട്ടിങ്ങനെ ഒരു തീരുമാനമുണ്ട്, നിങ്ങൾ ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാകണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ രാഷ്ട്രീയ പാർട്ടിയോട്, എൻ്റെ പാർട്ടിയോട് സംസാരിച്ച ശേഷം പ്രതികരിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ പാർട്ടിയിൽ അത് ചർച്ച ചെയ്തു. പാർട്ടി ഇതേക്കുറിച്ച് വിശദമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തിയ ശേഷം
ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കോസിന് വേണ്ടി നമ്മുടെ രാഷ്ട്രത്തെ മുന്നിലേക്ക് നിർത്തുന്ന രീതിയിലുള്ള വലിയൊരു ഉദ്ദേശശുദ്ധിയുള്ള ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നത് ഗുണകരമാണെന്നുള്ളൊരു തീരുമാനമെടുത്തു. അതേസമയം തന്നെ ഞങ്ങളുടെ വിയോജിപ്പുകളൊക്കെ കൃത്യമായിട്ട് മുമ്പോട്ട് തന്നെ നിർത്തിക്കൊണ്ട് അതിനെക്കുറിച്ച് പ്രതിപാദിക്കണമെന്നുകൂടി തീരുമാനിച്ചു. ഇനി കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായപ്പെടുന്നതിൽ ഒരു ഔചിത്യമില്ലായ്മയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഗ്രേസ്ഫുള്ളായിട്ട് വേണമെങ്കിൽ കോൺഗ്രസ്സിന് ചെയ്യാമായിരുന്നുള്ളതാണ്. ഇത് എനിക്ക് പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ശശി തരൂർ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. മാത്രമല്ല ഒരു ആഗോള പൗരനാണ്, ഗ്ലോബൽ സിറ്റിസൻ്റെ പദവിയുള്ള ആളാണ്, ഒരു ഇൻ്റർനാഷണൽ ഡിപ്ലോമാറ്റായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നതാണ്, ഈ മേഖലയെക്കുറിച്ച് നല്ല ധാരണകളുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഒരു വിദേശ ദൗത്യത്തിൽ ഉണ്ടാകുന്നതിൽ തകരാറുണ്ടോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ വികാരം ഞാൻ ഉൾക്കൊള്ളുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ നോമിനികളെ തീരുമാനിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കുന്നതായിരുന്നു കുറേയും കൂടി ആശാസ്യമായ ഒരു കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ പേരിൽ ഒരുപാട് ചർച്ചകൾ നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്താ കാരണം വെച്ചാൽ ശശി തരൂരിൻ്റെ യോഗ്യതയ്ക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നുവെങ്കിൽ അത് ചർച്ച ചെയ്യാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഇക്കാര്യത്തിൽ എന്താ കാരണം ഈ രംഗത്ത് പ്രാവീണ്യം ഒക്കെ ഉള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ ഞാനും അദ്ദേഹവും ഒരേ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം അത്തരമൊരു പദവി കൈയാളുന്നൊരു വ്യക്തിക്ക് ഒരു 7 സംഘങ്ങളിൽ ഒരു സംഘത്തിൻ്റെ നേതൃസ്ഥാനം, ഇപ്പം പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ 30ഓളം എംപിമാരുള്ള ഒരു കമ്മിറ്റിയാണ്. 30-ലേറെ എംപിമാരുള്ള ആണ് പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അപ്പോൾ 30-ലേറെ എംപിമാരുടെ ഒരു സംഘത്തെ അദ്ദേഹം ഇപ്പോൾ നയിക്കുമ്പോൾ ഒരു 7-8 പേരുള്ള സംഘത്തെ അദ്ദേഹത്തിന് നയിക്കുന്നതിന് എന്താണ് തകരാറ് എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷേ പാർലമെൻ്ററി ഡെമോക്രസിയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. അവരെയും കൂടി വിശ്വാസത്തിലെടുത്ത് പോകാനുള്ള ഒരു നൈസിറ്റീസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നായിരുന്നു എൻ്റെ ഒരു നിലപാട്. നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ്. ഈ ഘട്ടത്തിൽ ഞങ്ങളോടെത്തി ഈ കാര്യങ്ങൾ വിശദീകരിച്ചതിന് വളരെയധികം നന്ദി.